വല്യണ്ണന്റെ മുമ്പിലോട്ടാ ചെല്ലേണ്ടത്. എനിക്ക് പേടിയാവുന്നു. എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാനുള്ളത്. നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. അതെ, പേടിപ്പിക്കല്ലേ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ പോത്തുള്ളൂ. എന്തോ അറിയുന്ന ആര് കളിയാ ഇത് പത്രത്തിലെ ആ അച്ഛന്റെ സ്വത്തിലെ പെമ്മക്കളെ കെട്ടിച്ചു വിട്ടാലും അവർക്ക് ഇനിയും അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന കോടതി വിധി ഉണ്ടല്ലോ. ഓ അപ്പൊ ശ്രീധരത്തിന്റെ വാക്കിക്ക് വന്നതാ. അതെ അതെ. രണ്ടാളൂടെ ഇറങ്ങിയപ്പോഴേ ഞാൻ എന്തോ പന്തികേടുണ്ടെന്ന് വിചാരിച്ച്. പിന്നെ അന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്നിട്ട് തന്നെ അന്ന് 7 പവനും 75,000 രൂപയും തന്നില്ല വിളിയാ. 7 പവന് 75,000 ഗുണവേ. 5 പവന് 50,000 രൂപ. അതിൽ 50 രൂപ കുറവായിരുന്നു. അപ്പൊ അതൊക്കെ അളിയന് ഓർമ്മയുണ്ട്. എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. എന്റെ പൊന്നളിയ ഇനിതാ തെക്കേപ്പുറത്ത് അച്ഛന്റെ കുഴിമാടമുണ്ട്. ആഞ്ഞു മാന്തിയ ഒരു പിടി മണ്ണ് കിട്ടും. അല്ലാതെ ഇവിടെ അച്ഛൻ എന്ത് വാഴയ്ക്ക ഉണ്ടാക്കി? എന്റെ പൊന്നളിയ എനിക്ക് കഞ്ഞി കുടിക്കണ്ടേ? അത്ര നിർബന്ധമാണെന്ന് ഒരു കാര്യം ചെയ്യും. ഇളയ ഒരുത്തനുണ്ടല്ലോ, അവൻ കെട്ടുമ്പോ വല്ലതും കിട്ടുന്നെങ്കിൽ തരാം. മൂത്തവൻ കെട്ടിയപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ? എന്റെ പൊന്നളിയ അവനും വിളിച്ചോണ്ട് വന്നതിന് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ദോ വരുന്ന അളിയന്റെ പ്രതീക്ഷ. ഇവന്റെ കല്യാണം ആകുമ്പോഴത്തേന് എന്റെ മൂക്കി പഞ്ഞു വെക്കും. ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളിയ കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനും. എന്നാ നടക്കുന്നതോ അളിയ ഇവിടെ എങ്ങനെയാ നിർത്തിയേക്കുന്നോ അതോ കൊണ്ടുപോകുന്നു? കയ്യെ കെട്ടുന്ന എടുത്തിട്ട് പാടി അരിച്ചാക്കെടുത്തിട്ട് പൊങ്ങിയില്ലേട്ടാ. ഉള്ളതാട്ടെ പാടി.